എൻ്റെ 9 വർഷത്തെ SPG സേവനത്തിന് ശേഷം 2001 ഞാൻ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ട് പ്രൊമോഷനായി. അതുകൊണ്ട് എനിക്ക് എൻ്റെ പേരൻ്റ് ഓർഗനൈസേഷനായ CRPF തിരിച്ചു പോകാനുള്ള ഓർഡർ കിട്ടി. ഞാൻ ഡൽഹിയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് തന്നു. അത് ശ്രീനഗറിൽ 87 ബറ്റാലിയൻ 87ാം ബറ്റാലിയൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. ആ ശ്രീനഗറിലേക്ക് വിടാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. കാരണം ഡൽഹിയിൽ SPGയിലായിരുന്ന സമയത്ത് എനിക്ക് ഗവൺമെൻറ് അക്കോമഡേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ വൈഫും 2 മക്കളുമായിട്ട് ഞാൻ താമസിക്കുകയായിരുന്നു. SPG ടെന്യൂർ കഴിഞ്ഞിട്ട് CRPF പോകുമ്പോൾ നാച്ചുറലി ആ അക്കോമഡേഷൻ വെക്കേറ്റ് ചെയ്യണം. പക്ഷേ നോർത്ത് ഈസ്റ്റ്, കാശ്മീർ, ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫറായി ഈ ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അക്കോമഡേഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഹെഡ് ക്വാർട്ടറിനോട് പറഞ്ഞിരുന്നു, എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് തരണം വേർ ഐ വിൽ ബി ഏബിൾ ടു റീറ്റെയിൻ ദ അക്കോമഡേഷൻ. അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവരെനിക്ക് കാശ്മീരിലാണ് പോസ്റ്റിംഗ് തന്നത്. 2001 മാർച്ച് അവസാനമാണ് ഞാൻ ശ്രീനഗറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ 87 ബറ്റാലിയൻ എന്ന് പറയുന്നത് ശ്രീനഗർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ CRPF ഓൺ ചെയ്യുന്ന ഒരു ലാൻഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബറ്റാലിയനായിരുന്നു. അവിടെ അന്നത്തെ കമാൻഡൻറ്റ് ലീവിലായിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ലോങ് ലീവിലായിരുന്നതുകൊണ്ട് ആ ബറ്റാലിയൻ്റെ ചാർജ് തന്നെ എനിക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ ആ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഓപ്പറേഷണൽ യൂണിറ്റ് ആയിരുന്നില്ല. ഞങ്ങൾ വൈറ്റൽ ഇൻസ്റ്റലേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് VIPസിൻ്റെ സെക്യൂരിറ്റി നോക്കുന്ന ഒരു യൂണിറ്റായിരുന്നു. ശ്രീ ഗുലാം നബി ആസാദ് ആ സമയത്ത് ex-CM ഓഫ് JNK, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, 1-2 MLAമാരുടെ സെക്യൂരിറ്റി, അവരെല്ലാം ടെററിസ്റ്റിൻ്റെ ടാർഗറ്റിലുള്ള ആൾക്കാരായിരുന്നു, അവരുടെ സെക്യൂരിറ്റി. അതുകൂടാതെ വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് എന്ന് പറയുന്നത് മോസം ഭവൻ, അതായത് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസ്, ഓൾ ഇന്ത്യ റേഡിയോ ഹെഡ് ക്വാർട്ടേഴ്സ്, ദൂരദർശൻ കേന്ദ്ര, ഇതെല്ലാം ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഇൻസ്റ്റലേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സെക്യൂരിറ്റി ആയിരുന്നു ഞങ്ങളുടെ ബറ്റാലിയൻ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ക്യാമ്പ് സെക്യൂരിറ്റി, 1-2 ചെറിയ ജംഗ്ഷനുകളിലെ ലോ ആൻഡ് ഓർഡർ, ഇത്രയും കാര്യം മാത്രമായിരുന്നു യൂണിറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ യൂണിറ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കമാൻഡൻറ്റ് ട്രാൻസ്ഫർ ആയിപ്പോയി. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം തന്നെ നിന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി. അപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ തന്നെ അതിൻ്റെ ചാർജ് വന്നു. ആ ബറ്റാലിയൻ ശരിക്കും പറഞ്ഞാൽ ഒരു നൊട്ടോറിയസ് ബറ്റാലിയൻ ആയിരുന്നു. അതിനകത്ത് അത് ബീഹാർ ബേസ്ഡ് യൂണിറ്റ് എന്ന് പറയാം. ബീഹാറിലുള്ള ആൾക്കാരായിരുന്നു അതിനകത്ത് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബീഹാറി മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ കുറച്ച് റൂത്ത്ലെസ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും റിയാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ ആ ബറ്റാലിയനിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കിട്ടിയൊരു ബ്രീഫിംഗ് എന്ന് പറയുന്നത്, ഞാൻ ചെല്ലുന്നതിന് 1 കൊല്ലം മുമ്പ് ജനുവരി 7-ാം തീയതി, അത് 2000 ആണ്ട് ജനുവരി 7-ാം തീയതി അവിടെ ഒരു ചെറിയ വാക്കുതർക്കത്തെ തുടർന്ന് മോസം ഭവൻ എന്ന് പറയുന്ന മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്ന ജവാന്മാർ തമ്മിൽ ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായി. അത് മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ബീഹാറി ആയിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ തോക്കെടുത്ത് അവരുടെ 3 കൊളീഗ്സിനെ വെടിവെച്ച് കൊന്നു. അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളും എല്ലാം നടന്നു 2000-ൽ. അതുപോലെ തന്നെ 2001 ജനുവരി 7-ാം തീയതി സെയിം ഡേ ഗുലാം നബി ആസാദിൻ്റെ വീട്ടിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി നോക്കിയിരുന്ന ഇതേപോലെയുള്ള 5-6 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് വാക്കുതർക്കമായി. ഒരുത്തിന് അരിശം വന്നു, അവൻ നേരെ തോക്കെടുത്തു, 3 പേരെ വെടിവെച്ച് കൊന്നു. ഒരേ ഡേറ്റിൽ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 2000 ജനുവരി 7, 2001 ജനുവരി 7. ഞാൻ അതിനുശേഷം മാർച്ച് മാസത്തിലാണ് ആ യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്
കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഏകദേശം ഒക്ടോബർ മാസം ആയപ്പോഴേക്കും ഒരു പുതിയ കമാൻഡൻറ്റ് ചാർജ് എടുത്തു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയായിരുന്നു ഈ ബറ്റാലിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം അദ്ദേഹം ഗ്രഹിച്ചു. അതെല്ലാം കാര്യമായിട്ട് യൂണിറ്റ് മുന്നോട്ട് പോകുന്ന സമയം 2002 ജനുവരി 1-ാം തീയതി അദ്ദേഹം എന്നോട് പറഞ്ഞു, ജേക്കബ്, ഞാൻ ഒരു 10 ദിവസത്തേക്ക് ലീവിൽ പോവുകയാണ്. സോ യു ടേക്ക് കെയർ ഓഫ് ദ ബറ്റാലിയൻ. അപ്പോൾ ഞാൻ മനസ്സിൽ പെട്ടെന്ന് വിചാരിച്ചു, ജനുവരി 1-ാം തീയതി ഒരു പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് അദ്ദേഹം ലീവിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്, ഈ ജനുവരി 7 എന്ന് പറയുന്ന ഒരു മോശം ദിവസമാണ്. ആ ദിവസം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോവുകയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. എന്തായാലും അദ്ദേഹം 1-ാം തീയതി ലീവിൽ പോയി. കമാൻഡൻറ്റ് ലീവിന് പോയ സമയത്ത് എനിക്കും മനസ്സിലൊരു ചെറിയ ഭീതി ഉണ്ടാകാതിരുന്നില്ല. ജനുവരി 7 എന്ന് പറയുന്ന 2 കൊല്ലം സംഭവങ്ങൾ നടന്നത് 3-ാം കൊല്ലവും റിപ്പീറ്റ് ആകുമോ എന്നുള്ള ഒരു ഭയം. അതുകൊണ്ട് 6-ാം തീയതി രാവിലെ എൻ്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഒരു 6 പേരുണ്ട്, അവരെ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ മീറ്റിംഗ് എടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ ബറ്റാലിയൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. 2 കൊല്ലം കൊണ്ട് 6 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് മരിച്ചു. അതുകൊണ്ട് ഈ വർഷം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ 6-ാം തീയതി 7-ാം തീയതി ഇൻ ബിറ്റ്വീനുള്ള രാത്രി നമ്മളാരും ഉറങ്ങാൻ പോകുന്നില്ല. ഓരോ ലൊക്കേഷനുകളിൽ നമ്മളെല്ലാ ഓഫീസേഴ്സും പോയി ചെക്ക് ചെയ്യും രാത്രി മുഴുവൻ. ഈ വഴക്കുകളുണ്ടാകാനുള്ള ഒരു റീസൺ ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം. കാരണം ആ സമയത്ത് CRPF-ൽ കാശ്മീരിൽ എല്ലായിടത്തും ലിക്കർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം നോർമൽ സമയത്തും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിൻ്റർ ടൈമിൽ എല്ലാ ദിവസവും 60 മില്ലി ലിക്കർ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഓർഡർ നിലനിന്നിരുന്നു. എല്ലാവർക്കും അത് കൊടുക്കുമായിരുന്നു. അത് പണ്ട് മുതലേ തുടർന്നു വന്ന ഒരു സംഭവമാണ്. ആർമിയിലും മറ്റ് ഫോഴ്സസിലുമെല്ലാം ശൈത്യത്തെ അതിജീവിക്കാൻ വേണ്ടി, ബോഡി ചൂടായിരിക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആർമിയിലൊക്കെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അങ്ങനെ ഇവിടെയും കൊടുത്തിരുന്നു. പക്ഷേ കുറേ അധികം ഒഫീഷ്യൽസ്, കോൺസ്റ്റബിൾസ്, ഈ മദ്യപാനം ഇല്ലാത്ത അവർക്ക് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയും, നീ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീയുടെ നിൻ്റെ ഇഷ്യൂ വാങ്ങിയിട്ട് എനിക്ക് തരൂ. അങ്ങനെ കുടിക്കാത്ത ആൾക്കാരും അവരുടെ മദ്യത്തിൻ്റെ കോട്ട മേടിച്ച് കുടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇത് അടിച്ചു പൂസാകാൻ വേണ്ടിയുള്ള ഒരു ഇഷ്യൂ അല്ല, ആൾക്കാരെ ഒന്ന് വാമാക്കി നിർത്താൻ വേണ്ടി മാത്രമുള്ള ഇഷ്യൂ ആണ്. പക്ഷേ കുടിക്കാത്തവരുടെ കോട്ട മേടിച്ച് കുടിച്ച് പലരും കൂടുതൽ പൂസാകാറുണ്ടായിരുന്നു. അതുകൂടാതെ മദ്യം ലഭിക്കാനുള്ള വേറൊരു വഴിയും കൂടെ, ശ്രീനഗറിലൊന്നും മദ്യ ഷോപ്പുകളോ അല്ലെങ്കിൽ മദ്യത്തിന് അവൈലബിലിറ്റി തീരെയില്ല, എങ്കിലും ഇൻഡിസിപ്ലിൻ എല്ലാ ബറ്റാലിയനും നടക്കുന്നുണ്ടായിരുന്നു കള്ള് കുടിച്ചിട്ടുള്ള ഇഷ്യൂ. ഞാൻ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ CRPF-ൻ്റെ ആൾക്കാരെല്ലാം ലീവിൽ പോകുന്നതും വരുന്നതും ആ സമയത്ത് 2000 ആണ്ടുകളിലൊക്കെ കോൺവോയിൽ, ബസ്സിലും ട്രക്കിലും ഉള്ള കോൺവോയി ആയിട്ട് 350 കിലോമീറ്റർ ദൂരെയുള്ള ജമ്മുവിലേക്ക് പോവുകയും അവിടെ നിന്ന് ട്രെയിൻ മാർഗം സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ട് ട്രെയിൻ പോകുന്ന അതായിരുന്നു സിസ്റ്റം മുഴുവൻ. ഇപ്പോഴത്തെ കാലത്ത് കോൺവോയ് ഓൾമോസ്റ്റ് 0 ആയി. കാരണം ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഉണ്ട്. ഫ്ലൈറ്റിന് പ്രൈവറ്റ് വിസിറ്റിന് പോകുന്നവർക്ക് സ്വന്തം പൈസ മുടക്കി പോകാനുള്ള അതിന് മാത്രമുള്ള ശമ്പളം കാര്യങ്ങളുമെല്ലാമായി. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കോൺവോയ് ഡ്യൂട്ടി വളരെ കുറവാണ്. പക്ഷേ അന്ന് ആർക്കെങ്കിലും നാട്ടിലേക്ക് പോകാനോ ഡ്യൂട്ടിക്ക് പോകാനോ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ കോൺവോയിൽ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോൺവോയ് ഒരു ദിവസം തന്നെ ഒരു കോൺവോയ് ജമ്മുവിലേക്കും ഒരെണ്ണം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും ഓൺ എ ഡെയിലി ബേസിസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ആൾക്കാരോടൊക്കെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ജമ്മുവിലേക്ക് പോകുന്ന കോൺവോയ് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഡ്രൈവറും അതിനകത്തുള്ള എസ്കോർട്ട് ആൾക്കാരും അല്ലെങ്കിൽ പുതിയതായിട്ട് അവിടുന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ജമ്മുവിൽ നിന്ന് ലിക്കർ പർച്ചേസ് ചെയ്തിട്ട് അത്
ശ്രീനഗറിൽ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഇല്ലീഗലായിട്ട് കൺസ്യൂം ചെയ്യും. അങ്ങനെ ഓവർഡോസ് ഉണ്ടായി. അതുകൊണ്ട് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ ബറ്റാലിയനുകളിലും നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു അറിവ് കിട്ടി. അപ്പോൾ അത് നിർത്താൻ വേണ്ടി ഞാനൊരു ദിവസം ഒരു റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു. എല്ലാ ബറ്റാലിയനുകളിൽ നിന്നും അവരവരുടെ സ്റ്റാഫിനെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ് നമ്മളുടെ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീഷ്യൽസ് എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയിട്ട് ആ ബസ്സിനെ സ്റ്റോപ്പ് ചെയ്തു. ആരും ആ ബസ്സിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരുടെയും ലഗേജ് അവിടെ ലേ ഔട്ട് ചെയ്യിച്ചു. അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ മാക്സിമം ആൾക്കാരുടെ ലഗേജിനകത്തും ലിക്കർ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ബസ്സിൽ നിന്ന് തന്നെ 50-ൽ കൂടുതൽ ലിക്കർ ബോട്ടിൽ ഞാൻ പിടിച്ചു. അപ്പോൾ എൻ്റെ സംശയം അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണെന്ന് കൃത്യമായി എനിക്ക് ബോധ്യമായി. അതിനുശേഷം ജമ്മുവിൽ ഇത് മേടിച്ചുകൊണ്ട് കയറുന്നതിന് മുമ്പ് തന്നെ ലഗേജ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലോ ആ സമയത്ത് കുറഞ്ഞിരുന്നു. എനിവേ ഞാൻ ഈ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു റീസൺ ഒന്ന് ലിക്കർ കൂടി ആയിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അന്ന് ജനുവരി 6-ാം തീയതി 2002 ജനുവരി 6-ാം തീയതി രാത്രി ഞങ്ങളെല്ലാ ഓഫീസേഴ്സും ഓരോരോ ലൊക്കേഷനിൽ പോയി ചെക്കിങ്ങിന് പോയി. ഓൾ ഇന്ത്യ റേഡിയോ അതിൻ്റെ ക്യാമ്പസിൽ ഞാൻ സ്വയമായിട്ടാണ് ആ ചെക്കിങ്ങിന് പോയത്. അത് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ക്യാമ്പ്. രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടി ഞാൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി. രാത്രിയിൽ അവിടെ യാത്ര ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ ഞങ്ങളൊക്കെ ഓഫീസേഴ്സ് യാത്ര ചെയ്യുന്നത് 2 എസ്കോർട്ട് വെഹിക്കിളും എസ്കോർട്ടിനുള്ള വെപ്പൺ ഏന്തിയ അനുയായികളുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കുമൊക്കെ പോകുന്നത്. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ക്യാമ്പസിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ബഹളം നടക്കുകയാണ്, ഒച്ചപ്പാട് ബഹളം. അപ്പോൾ ഒരാൾ എന്തൊക്കെയോ ആക്രോശിച്ചു, അവനിങ്ങനെ അവനെ ഇറക്കിവിടെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവനെ എന്നുള്ള രീതിയിൽ ഹിന്ദിയിലുള്ള സംസാരം. ഞാനും എൻ്റെ എസ്കോർട്സും എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഗുസ്തിക്കാരൻ ബീഹാരി കോൺസ്റ്റബിളാണ്. അയാൾ തോക്കും എടുത്തുകൊണ്ട് ആരെയോ വെല്ലുവിളിക്കുകയാണ്, ഇറങ്ങി വാടാ, നിന്നെ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും എൻ്റെ കൂട്ടത്തിലുള്ള എസ്കോർട്സും അവരും വെപ്പണുമായിട്ട് ചുറ്റും നിന്നു. ഞങ്ങൾ അവനെ ഒരുവിധം പറഞ്ഞ് അനുനയിപ്പിച്ചിട്ട് അവൻ്റെ വെപ്പൺ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായി, ഇതുപോലെ രാത്രിയിൽ കള്ളു കുടിച്ചിട്ട് അല്ലെങ്കിൽ ലിക്കർ കഴിച്ചിട്ട് വാഗ്വാദമുണ്ടായി, 2 പേര് തമ്മിൽ വാഗ്വാദം മൂത്ത ഒരാൾ അവൻ്റെ ക്യാമ്പിലേക്ക് കയറിപ്പോയി, അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവൻ പോയിട്ട് ഇവൻ്റെ റൂമിൽ നിന്ന് വെപ്പൺ എടുത്തുകൊണ്ട് അവനെ വെടിവെക്കാൻ വേണ്ടി വരികയായിരുന്നു. എന്തായാലും ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഇൻസിഡൻറ്റ് ഒഴിവായി കിട്ടി. അതിനുശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ എൻ്റെ കമാൻഡൻറ്റ് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ 3-ാം വർഷവും സെയിം സംഗതി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് അവോയ്ഡ് ചെയ്തു ഞങ്ങളുടെ ടൈംലി ഇടപെടൽ കൊണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കമാൻഡൻറ്റ് ക്രുദ്ധനായിട്ട് പറഞ്ഞു, രക്ഷപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ, അത് നിങ്ങളവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇൻസിഡൻറ്റ് ഉണ്ടായേനല്ലോ, അതുകൊണ്ട് ആ കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്യുക, അവൻ്റെ എതിരെ നമുക്ക് ആക്ഷൻ എടുക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബേസിക്കലി എനിക്ക് ആ പയ്യനോട് ചെറിയ താല്പര്യമുണ്ടായിരുന്നു. അവനൊരു ഗുസ്തിയിൽ ഞങ്ങളുടെ യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗുസ്തിക്കാരനായിരുന്നു. സ്പോർട്സുകാരനോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടായിരിക്കാം, ഞാനൊരു ബേസിക്കലി സ്പോർട്സുകാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, സർ വിട്ടുകള, ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ, നമുക്ക് ഇത്തവണത്തേക്ക് അവനോട് ക്ഷമിക്കാം. ഇനി എന്തെങ്കിലും അവൻ ഇല്ലീഗൽ അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ട് ചെയ്താൽ ആ സമയത്ത് നമുക്ക് അവൻ്റെ എതിരെ ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു. എൻ്റെ റിക്വസ്റ്റ് കേട്ട് സമ്മതിച്ച കമാൻഡൻറ്റ് അവനെതിരെയുള്ള ആക്ഷൻസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2002 ഒക്ടോബർ മാസം ജമ്മു ആൻഡ് കാശ്മീരിൽ അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഞാൻ ആ സമയത്ത് 1 മാസത്തെ ലീവിൽ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജമ്മുവിൽ റിപ്പോർട്ട് ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ജമ്മുവിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും കോൺവോയിലാണ് ശ്രീനഗറിലേക്ക് വരുന്നത്.
അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി CRPF ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRPF ആണ് മോസ്റ്റ്ലി ഇലക്ഷൻ ഡ്യൂട്ടീസ് എല്ലായിടത്തും ചെയ്യുന്നത്. ശ്രീനഗറിലെ പ്രത്യേകിച്ചും CRPF കൂടുതലും, അതിനുശേഷം BSF, ITBP എല്ലാ ഫോഴ്സുകളിൽ നിന്നും സ്പെയർ ചെയ്യാവുന്ന കമ്പനികളെ, അതായത് ട്രെയിനിങ് കമ്പനീസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഡ്യൂട്ടി ചെയ്യുന്ന ആ കമ്പനികളെല്ലാം വിഡ്രോ ചെയ്തിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വിടുക എന്നുള്ളതാണ് പരിപാടി. അതിന് അഡ്ഹോക്ക് ബറ്റാലിയൻ, അതായത് ഒരു സെപ്പറേറ്റ് ബറ്റാലിയൻ ഫോം ചെയ്ത് അതിനൊരു കമാൻഡർ കൊടുത്ത് അവരാണ് ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി വിടുന്നത്. അപ്പോൾ 87 ബറ്റാലിയൻ്റെ ഒരു കമ്പനിയും വേറെ 5 ബറ്റാലിയൻ്റെ കമ്പനികളും കൂടെ കൂട്ടി ഒരു അഡ്ഹോക്ക് ബറ്റാലിയൻ ഫോം ചെയ്തു ശ്രീനഗറിൽ. എന്നിട്ട് ആ ബറ്റാലിയനെ പാകിസ്ഥാൻ ബോർഡറിലുള്ള കുപ്വാര ഡിസ്ട്രിക്റ്റിലേക്ക് അവിടുത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചു. അതിനുശേഷം അവിടുത്തെ സൂപ്പീരിയർ ഓഫീസർ അതിൻ്റെ കമാൻഡറായിട്ട് എന്നെ ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇന്ന ദിവസം ലീവ് കഴിഞ്ഞ് വരുന്നുണ്ട്, അതിനുശേഷം ഇവരുമായിട്ട് എനിക്ക് കുപ്വാരയിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു രാധാകൃഷ്ണൻ, ഇപ്പോൾ CRPF DIG ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. എന്നിട്ട് ജമ്മുവിലേക്ക് ടെലിഫോൺ ചെയ്തിട്ട് ആ ട്രാൻസിറ്റ് ക്യാമ്പിൽ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടേ കോൺവോയിൽ കയറാമുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ മെസ്സേജ് കിട്ടി. ഞാൻ ആ കോൺവോയ് ഗ്രൗണ്ടിൽ തന്നെയുള്ള ഫോണിൽ നിന്ന് രാധാകൃഷ്ണനെ കോൾ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, തിരിച്ച് ഒരു 10 ദിവസവും കൂടെ എക്സ്റ്റൻഷൻ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമോ, കാരണം ഈ അഡ്ഹോക്ക് ബറ്റാലിയൻ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി അഡ്ഹോക്ക് ബറ്റാലിയൻ ലീഡ് ചെയ്യാൻ വേണ്ടി എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്, തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണ, അത് ശരിയല്ല, നമ്മൾ ഡ്യൂട്ടി എന്തായാലും എവിടെയാണെങ്കിലും ചെയ്യേണ്ടതല്ലേ, എന്താണെങ്കിലും ഒളിച്ചോടുക എന്ന് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ വരിക തന്നെയാണ് എന്ന് പറഞ്ഞു. ഞാൻ കോൺവോയിൽ കയറി ശ്രീനഗറിലേക്ക് പോയി.